ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ കളി ഒരു പൊളപ്പൻ കളിയായിരുന്നു. 4 ഗോളാണ് അടിച്ച് കയറി കളഞ്ഞത്. അതിൽ എടുത്ത് പറയേണ്ടത് അമാദ് ഡിയാലോ. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇനി അമോറിമിൻ്റെ കീഴിൽ ഒരു സ്ഥിരം സ്റ്റാർട്ടറായിട്ട് അമാദിനെ കാണാൻ പറ്റും, നമുക്ക് മസ്റൂയിനെയും കാണാൻ പറ്റും. 2 കൺസിസ്റ്റൻറ്റ് പ്ലെയേഴ്സായി. ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷമാണ് യുണൈറ്റഡ് ടീമിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു 2 പ്ലെയറിനെ കാണാൻ പറ്റുന്നത്. അമാദ് എനിക്ക് തോന്നുന്നു ആ 2 അസിസ്റ്റും 2 എന്നല്ല 3 ഗോളിൻ്റെ പിന്നിലും അമാദാണ്. ഒരു രക്ഷയില്ല. കാരണം ആ രണ്ടാമത്തെ ഗോളിന് അമാദ് പ്രീ അസിസ്റ്റ് ചെയ്ത് ബ്രൂണോ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ. അമാദാണ് 3 ഗോളിൻ്റെ ബാക്കിലും അമാദാണ്. ഒരു രക്ഷയില്ല. ചങ്ങായി ലെഫ്റ്റ് വിങ് ബാക്ക് റൈറ്റ് വിങ് ബാക്ക് ആയിട്ടാണ് ചങ്ങായി കളിക്കുന്നത്. എന്നിട്ടും എന്താ പറയുക, ഇങ്ങനെ കളിക്കണമെങ്കിൽ കാരണം പുള്ളിയുടെ പൊസിഷനേ അതല്ല, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പുള്ളിയുടെ പൊസിഷനല്ല, ഔട്ട് ഓഫ് പൊസിഷനാണ് പുള്ളിയുള്ളത്. പുള്ളി ശരിക്ക് റൈറ്റ് വിങ് ആയിട്ടാണ്. അല്ലാണ്ട് റൈറ്റ് വിങ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിൽ എത്തണം, ഡിഫൻസിൽ എത്തണം. അപ്പോൾ ആ ഒരു ഇത് മാത്രം ചിന്തിച്ചു. നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ ആൻ്റണീനെ ഇട്ട് നോക്കിയാൽ ആൻ്റണിക്ക് എത്താനേ പറ്റില്ല. കാരണം കഴിഞ്ഞ കളിക്ക് കണ്ടിരുന്നല്ലോ, ഫസ്റ്റ് ഹാഫ് ആൻ്റണി ഇറങ്ങിയിരുന്നു. ആൻ്റണിക്ക് ഡിഫൻസിലേക്ക് എത്താനേ പറ്റില്ല. പക്ഷേങ്കിൽ അമാദ് അങ്ങനെയല്ല. അമാദ് ത്രൂ ഔട്ട് എന്താ പറയുക, അറ്റാക്കിലുമുണ്ട് ഡിഫൻസിലുമുണ്ട്. അപ്പോൾ ഇന്നലത്തെ കളി ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട് ക്ലാസ് പെർഫോമൻസ് ഫ്രം അമാദായിരുന്നു. അമാദിന് തന്നെ കൊടുക്കണം അത്. പിന്നെ ബാക്കി എല്ലാവരും ഫസ്റ്റ് 15 to 20 മിനിറ്റ്സ് ഞാൻ വിചാരിച്ചത് കളി കൈവിട്ട് പോയി എന്നാണ്. കാരണം ഒരു കാര്യമായിട്ടുള്ള ഒരു ചലനങ്ങളോ എന്താ പറയുക, ഒരു സ്റ്റേഷൻ കിട്ടാത്ത പോലത്തെ ഒരു കളിയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് മാറി, ഒരു ഗിയർ മാറലായിരുന്നു. അതായത് ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് തേർഡ് പെട്ടെന്നൊരു ഫോർത്ത് ഫിഫ്ത്ത് അങ്ങോട്ട് കളി അങ്ങ് മാറി. റാഷ്ഫോർഡും ഫിനിഷിങ്ങൊക്കെ ഇന്നലെ ഇട്ട 4 ഗോളും 4 ഫിനിഷിങ്ങും അടിപൊളിയായിരുന്നു. പിന്നെ ലൈനപ്പിൽ സിർക്സിനെ കണ്ടപ്പോൾ എൻ്റെ 2-3 കിളികൾ പറഞ്ഞു പോയിരുന്നു. കാരണം പുള്ളി ഈ അമോറിമിൻ്റെ ലൈനപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയോ, അതായത് ബാക്ക് 5 നമുക്ക് ഓക്കെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കളിക്കും നമ്മൾ വിചാരിക്കുന്ന അതായത് ലിച്ച, മസ്റൂയി, പിന്നെ ഡിലൈറ്റ് 3 ഉണ്ടാവും. പിന്നെ ഡയലോ ഉണ്ടാവും, അമാദ്, അത് കൺഫേമാണ്. ബാക്കി നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടില്ല. ഞാൻ ഉഗാർട്ടെ ഇറങ്ങുമെന്ന് വിചാരിച്ചു നോക്കുന്നേരം ഉഗാർട്ടെ ഇല്ല, മൈനുമാണ് ഇറങ്ങിയത്. മൈനു കസമേറോ ആയിരുന്നു. പിന്നെ അതുപോലെ സിർക്സിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ മൗണ്ടിനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ വന്നത് സിർക്സി. റാഷ്ഫോർഡിന് പകരം ഹോയിലുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഹോയിലുണ്ടില്ല, റാഷ്ഫോർഡാണ് സെൻട്രൽ സ്ട്രൈക്കറായിട്ട് വന്നത്. പക്ഷേ എന്തായാലും റാഷ്ഫോർഡിന് ആ ഒരു പൊസിഷനിൽ നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ആ റണ്ണും കാര്യങ്ങളൊക്കെ ആ പഴയ ആ പ്രൈം റാഷ്ഫോർഡ്, ആ ഒരു പണ്ടുള്ള ആ റാഷ്ഫോർഡ്, മെറീനൊക്കെ ഉള്ള ടൈമിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഒരു റാഷ്ഫോർഡ് ഉണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്ക് പുള്ളി വന്നിട്ടുണ്ട്, ഏകദേശം വന്നിട്ടുണ്ട്. ഇനി എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റാഷ്ഫോർഡാണ് ആൾ. കുറേ ആൾക്ക് റാഷ് ഫോർഡ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് നമുക്കിനി അത് കണ്ടു തന്നെ അറിയാം. പിന്നെ അതുപോലെ 2 സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗെയിം വേഴ്സസ് ആഴ്സണലിന് ലിച്ചയും ഉണ്ടാവില്ല, മൈനും ഉണ്ടാവില്ല. 2 പേർക്ക് യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് ഇതാണ് 5 യെല്ലോ കാർഡ്സ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. മിസ്സസ് നെക്സ്റ്റ് ഗെയിമാണ്. പക്ഷേ മൈനു പ്രശ്നമില്ല. മൈനുവിൻ്റെ പൊസിഷനിൽ നമുക്ക് ഉഗാർട്ടെ ഇറങ്ങാം. പക്ഷേ ലിച്ചേൻ്റെ പൊസിഷനിൽ മിക്കവാറും ഒന്നിക്ക് ഷോ ഇറങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ മഗ്വയറിന് പക്ഷേങ്കിൽ ആ ഒരു റൈറ്റ് സെൻറ്റർ ബാക്ക് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം പുള്ളി സെൻറ്റർ ബാക്ക് നമ്മുടെ ഇവൻ്റെ ഡിലൈറ്റിൻ്റെ പൊസിഷനിലാണ് മഗ്വയറിൻ്റെ കംഫർട്ടബിൾ സോണ്. അപ്പോൾ മിക്കവാറും ഷോ ആയിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഇഞ്ചുറിയൊക്കെ കുറേ പ്ലെയേഴ്സ് ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സബ്ബൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ സബ്ബ് നോക്കിയാൽ തന്നെ കളി കാണാനേ ഒരു ഇൻട്രസ്റ്റ്. ഇപ്പം സബ്ബിലും കുറച്ച് നല്ലൊരു പ്ലെയേഴ്സ് ഉള്ളതുപോലെ. അതുപോലെ ഇന്നലെ മൗണ്ട് ഇറങ്ങിയില്ല, അത് ഭയങ്കര വിഷമമായിട്ടായിരുന്നു. മൗണ്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അമോറിമിൻ്റെ സിസ്റ്റം ഫുള്ളായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പുള്ളിയുടെ ലൈനപ്പൊക്കെ. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ടെൻ ഹാഗ് ആണെങ്കിൽ ഓപ്പോസിറ്റുള്ള മാനേജറിന് പോലും മനസ്സിലാവും, പുള്ളി കഴിഞ്ഞ കളിക്ക് ഇതാണ് ഇറക്കിയത്, ആ കളി ജയിച്ചു, അപ്പോൾ അതേ ലൈനപ്പായിരിക്കും ഇവിടെയും വരുന്നത്. പക്ഷേ ഇത് ഫുള്ള് റൊട്ടേഷനാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവരെയും ഈ ഒരു സിസ്റ്റത്തിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഫുള്ള് മാറ്റമാണ്. ഇനിയിപ്പോൾ അടുത്ത ഗെയിം ആഴ്സണലിൻ്റെ കൂടെയാണ്. മറ്റന്നാളാണ് കളി. മറ്റന്നാൾ രാത്രിയാണ്, വെഡ്നെസ്ഡേ മിഡ്നൈറ്റിലാണ് കളി വരുന്നത്. അപ്പോൾ അത് ഒരു ടഫ് മാച്ചായിരിക്കും, ഉറപ്പാണ്. 100% ഷുവറാണ്. ആഴ്സണൽ നല്ല ഫോമിലാണ്. പക്ഷേ എന്ത് വില കൊടുത്തും അത് ജയിക്കണം എന്നാണ് ആഗ്രഹം. ജയിച്ചേ മതിയാവുള്ളൂ, എങ്ങനെയെങ്കിലും അത് ജയിക്കണം. ആ ഒരു ആഴ്സണലിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ കോൺഫിഡൻസ് ആയിരിക്കും.
അപ്പോൾ എന്തായാലും അത് നമുക്ക് എന്തായാലും കണ്ടിരുന്ന് കാണാം. ഇപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടിന്യൂസ് നമ്മളിങ്ങനെ നല്ല കളി കളിക്കുന്നു, ഗെയിം കാണാൻ തന്നെ നല്ലൊരു സുഖമുണ്ട്, പിന്നെ ഗോളുകൾ അടിച്ചു കൂട്ടുന്നു. ഇന്നലെ ഗോൾ വാങ്ങിയിട്ടുമില്ല, ക്ലീൻ ഷീറ്റും കിട്ടി, അതും നമ്മൾ എടുത്ത് പറയണം. അപ്പോൾ ആ ഒരു പോസിറ്റീവും വെച്ച് നമ്മൾ ആർസണലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നോക്കാം ഇനി എമിറേറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു പേടിയില്ലാതെ ഈ ഒരു മെൻറ്റാലിറ്റി, ഈ ഒരു പൊസിഷൻ വെച്ച് കളിച്ച് അങ്ങ് പോവുകയാണെങ്കിൽ സ്മൂത്തായിട്ട് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.